കുട്ടൻ ഒരു പുഴ വഴിമാറി ഒഴുകിയെത്തിയതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, ആ പുഴയുടെ യഥാർത്ഥ വഴി അതായിരുന്നില്ല എന്നാണ് ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതിൻ്റെ കുറച്ചും കൂടി മാറിയായിരുന്നു ഒഴുകിയിരുന്നത്. പക്ഷേ യഥാർത്ഥ പുഴയിലേക്ക് മണ്ണും ചെളിയും കല്ലുമെല്ലാം വന്ന് വീണപ്പോൾ പുഴ വഴിമാറി ഒഴുകി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ പ്രദേശത്തു കൂടെ വന്ന് അങ്ങനെ മനുഷ്യരുടെ സ്വപ്നങ്ങളെ എടുത്തുകൊണ്ടങ്ങ് പോവുകയായിരുന്നു. കുറച്ചപ്പുറേ എനിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ കാലവർഷം ഉണ്ടാകുമ്പോൾ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിരിക്കുന്ന വെള്ളാർമല സ്കൂളടക്കം നമുക്ക് ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി കാണാൻ കഴിയുന്നു. കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ദുരന്ത ഭൂമിയുടെ അവശേഷിപ്പായിട്ട്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും വയനാട്ടിൽ പോകുമ്പോൾ ഈ പ്രദേശത്തൂടെയൊക്കെ ഏറ്റവും സന്തോഷത്തോടെ നടന്നു പോയതാണ്. ആ ഓർമ്മകളാണ് ഇപ്പോഴും ഉള്ളിലേക്ക് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ നാട് ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് ഏറ്റവും വിഷമത്തോടെ ചിന്തിക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ കൂട്ടൻ. സത്യം സങ്കടകരമാണ്, ഏറ്റവും ഹൃദയഭേദകമാണ് അവിടെ നിന്ന് വരുന്ന ഓരോ കാഴ്ചയും. മനു, ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ ആദ്യം ഈ തകർന്ന ഈ പ്രദേശങ്ങൾ കാണുമ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു ഈ നാട് എന്നുള്ളതിൻ്റെ വീഡിയോകളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പലരും നമുക്ക് അയച്ചു തന്നിരുന്നു അതിമനോഹരമായ, അതായത് ആരും കൊതിച്ചു പോകുന്ന ഇവിടെ ഒരു വീട് എടുക്കാൻ, അവിടെ ഒരു കുഞ്ഞു സ്വർഗം പോലെ അത്രയും മനോഹരമായ ഭൂപ്രദേശമായത്. ഇവിടെ ജീവിക്കാനൊക്കെ വളരെ എന്താ പറയുക, അത്രയും സന്തോഷകരമായ ഒരു പ്രദേശം. ഇവിടെ ഈ ഒരു നല്ല സ്കൂളുണ്ട്, നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ അങ്ങാടിയുണ്ട്. ഇപ്പോൾ ഈ ചൂരമല ചെറിയ അങ്ങാടി, ഇവിടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെയൊക്കെ ശാഖയുടെ ബ്രാഞ്ചിൻ്റെ കെട്ടിടമൊക്കെ ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ കടകളുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ ഐസ്ക്രീം പാർലറുകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് കടകൾ ഈ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം CPIM-ൻ്റെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, ഇവിടെ VK കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരം എന്ന ഓഫീസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് മുണ്ടക്കയിലും ചെറിയൊരു അങ്ങാടിയുണ്ട്. വളരെ ജനങ്ങൾ വളരെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു പ്രദേശം. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും, അങ്ങനെയും പറയാൻ വേണ്ടി കഴിയില്ല, ഉറങ്ങിയില്ല, ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടുകയായിരുന്നു. 1 മണിക്കും പുലർച്ചെയായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടൽ. അതൊരു വലിയ പ്രശ്നം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ചില ആൾക്കാർക്ക് ഇതിൽ പെട്ടവർ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്ത്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇതിലൊക്കെ പെട്ടവരുണ്ട്. അപ്പോൾ അവർ ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആരും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം മഴയുണ്ടായിരുന്നു എന്നല്ലാതെ സ്വാഭാവികമായും വലിയൊരു ഇഷ്യൂ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തലേന്ന്, അതായത് ഈ ആദ്യത്തെ ഒരു പൊട്ടൽ നടന്നപ്പോൾ മുകളിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ആൾക്കാർ താഴെയുള്ളവരൊക്കെ മുകളിൽ പോയി അവരെ രക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ പൊട്ടലാണ് എന്നുള്ളൊരു ആശ്വാസമുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ ആകെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഈ ഒരു ദുരന്തം ഉണ്ടായത്. അതിനെ പക്ഷേ അവർക്ക് ഒരു തരത്തിലും അതിജീവിക്കാൻ ഒന്നും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നു. കൂടുതൽ പുഴകളിലേക്ക് ഒഴുകിപ്പോയവരൊക്കെയാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ടതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞും കല്ലിടിഞ്ഞുമൊക്കെ വീടിനടിയിലാകുന്നു. വീടിൻ്റെ ചില ആൾക്കാരൊക്കെ കഴുത്തോളം ഈ കല്ലും മണ്ണും മൂടി കിടക്കുന്നു. ചിലർ രക്ഷപ്പെടുന്നു, ചിലർ പൂർണ്ണമായും മണ്ണിലടിയിലായി ജീവിതം തന്നെ പോകുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ദുരിത കാലം എന്ന് അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. ചിന്തിക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഭൂമിയിൽ നിന്ന് പരസ്പരം സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ വിഷമകരമായ കാര്യമാണ്. നമ്മളൊക്കെ എത്രയോ ഇടങ്ങളിൽ റിപ്പോർട്ടിങ്ങിനായി പോവുകയും വാർത്തകൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിത്, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സങ്കടത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവിടെ അതിജീവിച്ചെത്തിയ മനുഷ്യർ പുലർത്തുന്ന ഒരു മനോധൈര്യമുണ്ട്. അവരുടെ വാക്കുകളിൽ ഒരു ആത്മവിശ്വാസം കാണാൻ കഴിയുന്നുണ്ട് ക്യാമ്പുകളിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ.